ഈശോയിൽ വാത്സല്യമുള്ളവരെയും നമ്മുടെ ഇടവകാംഗങ്ങളായ ആത്തപ്പള്ളിൽ അവരാച്ചൻ്റെയും മണിയങ്കോട്ട് എൽസിയുടെയും മകൻ ആൽവിൻ ആദ്യമായി ഈശോയെ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെയും സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ സ്വീകരിക്കുവാനായി ഒരുങ്ങി എത്തിയിരിക്കുകയാണ്. ആൽവിന് എല്ലാവരുടെയും പേരിൽ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ജന്മദിനത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്ന് ഈശോ തരിക. അതിനായി ഒരുക്കിയ ഓരോരുത്തരെയും ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് ചേർന്ന് ആൽവിന് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹരാജനാമുണ്ണീശോ കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു. തന്നാലും നിൻ ആശീസുകൾ പൈതങ്ങളിലേറ്റം പ്രീതനാകും ഉണ്ണീശോ എന്നിൽ വന്നിടണേ. പൈതങ്ങളിലേറ്റം പ്രീതനാകും ഉണ്ണീശോ എന്നിൽ വന്നിടണേ. എന്നോടൊത്തു വാസം ചെയ്തിടണേ. എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. ഓ സ്നേഹരാജന ഉണ്ണീശോ കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു. തന്നാലും നിൻ ആശീസുകൾ ആൽവിൻ ക്രിസ്തുവാകുന്ന യഥാർത്ഥ വെളിച്ചമെന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നാം പങ്കാളികളാകുന്നുവെന്നും ക്രിസ്തുവിൽ നാം ഒന്നാകുന്നുവെന്നും സൂചിപ്പിക്കുന്നതിനാണ് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായി കൈകളിലേന്തി ദീപവുമായിട്ട് നിൽക്കുക. നീ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായതും. അന്ന് നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നു. മാമുദീസയിൽ നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതിനുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസയിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെയും നിന്റെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇപ്പോൾ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നീ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിന്നിൽ ജീവിക്കുവാൻ നീ അനുവദിക്കുകയും ചെയ്യുവിൻ. മാതാപിതാക്കൾ ആൽവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ചൊല്ലുക.
ഈശോനാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്ന് തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുത്. ഇവർ അങ്ങേക്ക് മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹായേ, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം അങ്ങാകുന്നു. നിന്റെ തിരുശരീര രക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിന് അണഞ്ഞിരിക്കുന്ന ആൽവിനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ
സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ആഴവത്തിൻ മമനാഥാനിൻ മഹിമക്കളവിൽ തരിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അശക്തരെങ്കിലും അങ്ങയുടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ.
മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആദിയിലെ വചനം, ജ്ഞാനം നൽകിയ വചനം, വഴിയും സത്യവും ജീവനുമായ തിരുവചനം. മാംസമായ വചനം, രക്ഷയേകും വചനം, പാപച്ചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവൻ പകരും വചനമേ. ഹല്ലേലൂയ, 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 സ്നേഹം ചൊരിയും വചനമേ. ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ മനസ്സിലുമുള്ള ആൽവിൻ, ബഹുമാനപ്പെട്ട ജോർജസിൻ്റെയും പോളച്ചൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ഒപ്പം തന്നെ ജന്മദിനത്തിൻ്റെയും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സമ്മാനമായിട്ട് ജന്മദിനത്തിൽ ആൽവിന് ലഭിക്കുകയാണ്. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും. ഈ കുദാശകൾ ഇന്നിപ്പോൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ ഇവയ്ക്കെല്ലാം സാക്ഷികളാകുവാനായിട്ട് അത്തപ്പള്ളി കുടുംബാംഗങ്ങളിൽ നിന്നും മണിയങ്കോട്ട് കുടുംബാംഗങ്ങളിൽ നിന്നും ആൽവിൻ്റെ കൂട്ടുകാരുമൊക്കെയും
ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർ ദൂരെ ആയിരുന്നു കൊണ്ട് നവമാധ്യമങ്ങളിലൂടെ ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിലെ പരിമിതമായിട്ടുള്ള പകർച്ചവ്യാധിയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്രകാരം ഈ കർമ്മങ്ങളെല്ലാം അണിയിച്ചൊരുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ആൽവിനെ ഒരുക്കുവാനായി താല്പര്യമെടുത്ത മതാധ്യാപകരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇന്നിവിടെ സഹായിക്കുന്ന ഏവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 3 വർഷത്തോളം ശിഷ്യഗണങ്ങൾ ഒന്ന് ചേർന്ന് നാടുനീളെ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച തന്നെ മനസ്സിലാക്കുവാനായിട്ടുള്ള അവസരം പ്രദാനം ചെയ്തു. അതേ തുടർന്നാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. ശിഷ്യന്മാർ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം അവർക്ക് ബോധ്യമുണ്ട്. കർത്താവ് അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും രോഗികളെ കാണുമ്പോൾ അവരെ സുഖപ്പെടുത്തുവാൻ, പ്രകൃതിയെ ശാന്തമാക്കുവാൻ അരുളി ചെയ്ത ഓരോ വാക്കുകളും അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് ശിഷ്യന്മാർക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കഴിഞ്ഞതിനാൽ കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവയെല്ലാം വിശ്വസിക്കുവാനായിട്ട് സ്ലീഹന്മാർക്ക് സാധിച്ചു. കർത്താവ് പറയുക, ഇതെൻ്റെ ശരീരം പോലെയാകുന്നു എന്നല്ല, ഇതെൻ്റെ രക്തം പോലെയാകുന്നു എന്നല്ല, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് പാനം ചെയ്യുവിൻ. അപ്രകാരം ഏതാണ്ട് 1.5 വർഷത്തെ നീണ്ട പരിശീലനത്തെ തുടർന്നാണ്, കാത്തിരിപ്പിനെ തുടർന്നാണ് ആൽവിൻ ഇന്ന് ഈ വിശുദ്ധ മധുബഹയിൽ അൾത്താരയ്ക്ക് മുൻപിൽ ആയിരുന്നു കൊണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ വലിയ താല്പര്യത്തോടുകൂടെ ആയിരിക്കുക. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാരൂപിയുടെ നിറവ് വന്നതിന് ശേഷമാണ് പന്തക്കുസ്ത തിരുനാളിനെ തുടർന്നാണ് സ്ലീഹന്മാർക്ക് തങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമൊക്കെയും ലോകത്തെ അറിയിക്കുവാനായിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് അവർ പ്രയാണം ചെയ്യുക. തങ്ങൾ അനുഭവിച്ച ഈശോയെയും തങ്ങളോട് കൂടെ ആയിരുന്നവനെ മറ്റുള്ളവർക്കൊക്കെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വലിയ സ്ഥൈര്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ ശിഷ്യന്മാർക്ക് കൈവരികയാണ്. ഇതുതന്നെയാണ് സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ ആൽവിനും സംഭവിക്കുക. നാളിതുവരെയുമുള്ള ജീവിതത്തിൽ മാമോദീസായുടെ വ്യഞ്ചരിച്ച ജലം നെറുകയിൽ വീഴുന്ന സമയം മുതൽ ഇന്നുവരെയുമുള്ള, പ്രത്യേകിച്ച് തിരിച്ചറിവ് വന്ന സമയം മുതൽ നാളിതുവരെയുമുള്ള എല്ലാ പാപങ്ങളും കടങ്ങളും എല്ലാം മോചിച്ചുകൊണ്ട് കുംഭസാരം എന്ന കുദാശയിലൂടെ ഒരുങ്ങിയാണ് ഈശോയെ സ്വീകരിക്കാനായിട്ട് ആൽവിൻ തയ്യാറെടുത്തിരിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുക, വലിയൊരു സമുദ്രത്തിലേക്ക് എപ്രകാരമാണ് ഒരു തുള്ളി ജലം അലിഞ്ഞ് ഇല്ലാതായി തീരുക, അപ്രകാരം ഞാൻ ഈ ദിവസം മുതൽ ഈശോയുമായിട്ട് ഒന്നായി തീരുകയാണ്. ആദ്യ കുർബാന സ്വീകരണത്തിൽ കൊച്ചുത്രേസ്യ അനുസ്മരിക്കുകയാണ്. വിശുദ്ധാത്മാക്കളൊക്കെയും വിശുദ്ധ ഡോൺ ബോസ്കോ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചപ്പോൾ ഡോൺ ബോസ്കോയുടെ മാതാവ് പറഞ്ഞു, കുഞ്ഞെ, ഇന്ന് നിനക്കുള്ള പരിശുദ്ധി ജീവിതാവസാനം വരെയും നീ കാത്തു സൂക്ഷിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. ആൽവിനോട് കൂടെ ഇന്ന് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശോ, ആ ഈശോയോട് കൂടെ എന്നും ആയിരിക്കുവാനായിട്ട് ആൽവിനെയും ആഗ്രഹിക്കുകയാണ്. അതാണ് കർത്താവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇന്ന് ഒത്തിരിയേറെ സമ്മാനങ്ങൾ ആൽവിൻ്റെ ബന്ധുജനങ്ങൾ, കൂട്ടുകാർ ഒക്കെ പ്രാർത്ഥന വഴിയായിട്ട് മറ്റ് ഭൗതിക വസ്തുക്കൾ വഴിയായിട്ടൊക്കെ നൽകുന്നുണ്ട്. ജന്മദിനത്തിൽ ആൽവിന് കിട്ടാവുന്ന ഏറ്റവും മഹോന്നതമായിട്ടുള്ള സമ്മാനങ്ങളാണ് സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ ലഭിക്കുക, ഈശോയുടെ തിരുശരീര രക്തങ്ങളിലൂടെ സ്വീകരിക്കുക. ഇന്നിൻ്റെതായിട്ടുള്ള ചൈതന്യം ജീവിതാവസാനം വരെയും കാത്തു സൂക്ഷിക്കുവാൻ 2021 ജൂലൈ 9 ഈ ജന്മദിനം തങ്കലിപികളിൽ ജീവിതാന്ത്യം വരെയും അനുസ്മരിക്കുവാനായിട്ട് ആൽവിന് സാധിക്കട്ടെ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് ചേർന്ന് ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള കർമ്മങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗീതം ആലപിച്ചുകൊണ്ട് ആൽവിനിൽ പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധാത്മാവെ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവെ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവെ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം അനന്തവും അത്ഭുതകരവുമാകുന്നു. പാപത്തിൻ്റെ അടിമകളായി തീർന്നിരുന്ന് ഞങ്ങളെ പരിത്യജിക്കാതെ അങ്ങയുടെ വത്സലപുത്രനെ അയച്ച് സ്വർഗ സൗഭാഗ്യത്തിന് വീണ്ടും ഞങ്ങളെ അർഹരാക്കി തീർത്തു. മാമുദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ അയച്ച് വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു. അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹ വർഷത്തെ ഓർത്ത് വിനയപൂർവ്വം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ ആൽവിനും നിത്യജീവിതത്തിന് അർഹനാകുവാൻ വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആൽവിനെ വിശുദ്ധീകരിക്കുകയും കളങ്കരഹിതനായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഇവന് നൽകുകയും ചെയ്യണമേ. ആമേൻ. ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങയുടെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവൻ അങ്ങയിലെ ജ്ഞാനത്തിലും പ്രായത്തിലും
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും അങ്ങയുടെ ശരീരരക്തങ്ങൾ യോഗ്യതാപൂർവം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നരുളി ചെയ്ത മിശിഹായെ ഹൃദയപരിശുദ്ധി പാലിച്ചുകൊണ്ട് അങ്ങയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അരുളി ചെയ്ത മിശിഹായെ അങ്ങയുടെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും അങ്ങയുടെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹായെ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും അങ്ങയെ സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കിയ അധ്യാപകരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വികാരി മാർ ആന്റണി കരിയിൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ സ്ലേഹന്മാരെ ധന്യരാക്കിയ കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കുകയും സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയുമാറാകട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമേ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ ഈ ബലി ഞങ്ങളുടെ കരങ്ങൾ വഴി പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യാതിരേകത്താൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി.
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരും ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരും ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, കർത്താവേ നീ പരിശുദ്ധൻ.
പിതാവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചരണം സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും അതിരൂപത അധ്യക്ഷനുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരി മാറാനുടെ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും സന്യാസിമാർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും രോഗികളായി ചികിത്സയിൽ കഴിയുന്ന സഹോദരങ്ങൾക്കും വേദന സഹിക്കുന്ന സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ആശ്വസിപ്പിക്കുന്നവർക്കും വേണ്ടിയും ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടവർ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്കും വേണ്ടിയും ഏറെ പ്രത്യേകിച്ച് ഈശോയെ സ്വീകരിക്കുന്ന ആൽവിനും ആൽവിൻ്റെ മാതാപിതാക്കൾക്കും
ബന്ധുമിത്രാദികൾക്കും ആൽവിനെ ഒരുക്കിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും മതാധ്യാപകർക്കും വേണ്ടിയും പകർച്ചവ്യാധിയുടെ നിഴലിൽ കഴിയുന്ന സഹോദരങ്ങൾക്കും അവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവർക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കു വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും അങ്ങേ സന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ വിശുദ്ധരും വിശ്വസ്തരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ അങ്ങ് സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയുവാനിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെയും സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെയും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന ദൈവജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യാതിരേകത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം, യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം.
യേശുവെൻ്റെ മാർഗദീപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവിൻ്റെ മാർഗദീപം. നീ എൻ്റെ മാനസം പോകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. നീ എൻ്റെ മാനസം പോകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും ജീവദായകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ആമേൻ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാവിധ ആധ്യാത്മിക ദാനങ്ങളും കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവദായകമായ തിരുശരീരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച ആൽവിനെ അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നൈർമല്യത്തിലും ദൈവാശ്രയ ബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ പ്രീതിയിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലങ്ങളായി തീരട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച ഏവരെയും, നിങ്ങളുമായി ഇടപഴകുന്ന ഓരോരുത്തരെയും, ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ നശിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പുഷ്പപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിനി മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകത്തു നിന്നുള്ള സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല ശബ്ദങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആത്മാശ്വാസവും പരത്തിൻ്റെ സ്വഭാവത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആൽവിനോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ആദ്യ കുർബാന കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച ഓരോരുത്തരെയും എല്ലാവരും ഒന്ന് ചേർന്ന് ഉപകാര സ്മരണ നടത്താം.
മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ ഇങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യവും അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. മാതാവിനും ഈശോയ്ക്കും ആൽവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. നമ്മുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. കരുണാപൂർവ്വം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. നമ്മുടെ കണ്ണുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. നമ്മുടെ നാവുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായ മിശിഹായി ഞങ്ങളെ മുഴുവനുമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ കരുണാപൂർവ്വം അങ്ങ് സ്വീകരിക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസിനോടൊപ്പം ഞങ്ങൾ ഏറ്റുപറയുന്നു. ദിവ്യനാഥ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ആമേൻ. മാതാവിനും തിരുക്കുടുംബത്തിനും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠ ആൽവിൻ ഏറ്റുചൊല്ലുക. പരിശുദ്ധ മറിയമേയും ഞങ്ങളുടെ നാഥയും അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെയും എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. അങ്ങേ തിരുക്കുമാരൻ്റെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങൾ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാലയും ഉത്തരയത്തെയും ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ നന്മയിൽ നിലനിർത്തണമേ. ദുഷ്ടാരൂപികളിലും അന്ധകാര ശക്തിയിലും ക്ഷുദ്രജീവികളും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നീതിമാന്മാർ യൗസേപ്പേ, കന്യകാമേരിയമ്മേ, ദിവ്യനാമുണ്ണീശോ, ഞങ്ങളെ കാത്തിടണേ. നീതിമാന്മാർ യൗസേപ്പേ, കന്യകാമേരിയമ്മേ, ദിവ്യനാമുണ്ണീശോ, ഞങ്ങളെ കാത്തിടണേ. സ്വർഗീയ ശോഭതൂകും നസ്രസിൻ പുണ്യഗേഹം, കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കും
നൽകിയിടണേ. നീതിമാന്മാർ യോസേപ്പേ, കന്യകമേയമ്മേ, ദിവ്യനാമുണ്ണീശോ, ഞങ്ങളെ കാത്തിടണേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്ത് ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി മാർയൂസ് പിതാവിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോയെ മാതൃകയാക്കുന്ന ഞങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. കരുണാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പണിപ്പെടുമ്പോൾ നേരത്തെ ഉണരുന്നത് കൊണ്ടോ താമസിച്ചുറങ്ങുന്നത് കൊണ്ടോ ഫലമില്ല. തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മർത്യനായി പിറന്ന് നസ്രസിലെ ദിവ്യ കുടുംബത്തിൽ മറിയത്തിനും യൗസേപ്പിനും വിധേയനായി വളർന്ന് കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, അങ്ങേ മാതൃകയാക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും പുലർത്തണമേ. ദാരിദ്ര്യവും രോഗവും ക്ലേശവും ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. പരസ്പര സ്നേഹവും വിശ്വസ്തതയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയ്ക്കണമേ. ശത്രുത, കുറ്റാരോപണം, വിദ്വേഷം, അസൂയ തുടങ്ങിയ തിന്മകളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെയും ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും സന്തോഷങ്ങളിൽ മതിമറക്കാതെയും സഹനങ്ങളിൽ പതറിപ്പോകാതെയും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. തിരുകുടുംബത്തിൻ്റെ സ്മരണ ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. അങ്ങയുടെ ദിവ്യ കുടുംബത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് രക്ഷാകവചമായിരിക്കട്ടെ. തിരുകുടുംബത്തിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾക്കെന്നും അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ശരണത്തോടും പ്രത്യാശയോടും കൂടെ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. തിരുക്കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്നേഹവും ഐക്യവും പരസ്പര ധാരണയും വിശ്വസ്തതയും ഞങ്ങളുടെ കുടുംബങ്ങളിലും വളർന്ന് ശോഭിക്കുവാൻ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരാസക്തികളിൽ നിന്നും ഞങ്ങൾ മോചിതരാകുവാൻ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. വിശക്കുന്നവർക്ക് ആഹാരവും ദുഃഖിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും പാർപ്പിടമില്ലാത്തവർക്ക് ഭവനവും ലഭിക്കുവാൻ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് യോഗ്യരായ ആത്മീയ പാലകരെയും അർപ്പണബോധമുള്ള സാമൂഹ്യ നേതാക്കളെയും ലഭിക്കുവാൻ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ കഴിയുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്കും കിടപ്പ് രോഗികൾക്കും ആരോഗ്യവും ആശ്വാസവും ലഭിക്കുവാൻ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നും മാനവകുലം സംരക്ഷിതരാകുവാനും രോഗികളെ പരിചരിക്കുന്നവർക്ക് ആവശ്യമായ ആത്മീയവും ശാരീരികവുമായ ശക്തിയും സേവന സന്നദ്ധതയും ലഭിക്കുവാൻ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ തിരുക്കുടുംബ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നീതിമാനായ മാറിയോസ് പിതാവേ, കർത്താവ് അങ്ങയോട് കൂടെ കുടുംബനാഥന്മാരിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ വളർത്തുകുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ അനുഗ്രഹീതനാകുന്നു. തിരുകുടുംബത്തിന്റെ കാവൽക്കാര ദേവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര സ്നേഹവും വിശ്വസ്തതയും വളർന്നു വരുവാൻ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹവും ശാന്തിയും നിറഞ്ഞ തിരുക്കുടുംബം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തി അതിനെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിൽ നിന്ന് ദൈവം നമ്മെ വിമുക്തരാക്കട്ടെ. ആവശ്യങ്ങളിൽ തുണയും ആപത്തുകളിൽ സംരക്ഷണവും നൽകുന്ന തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥം എന്ന് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ കർമ്മങ്ങളെല്ലാം ഭംഗിയാക്കുവാനായിട്ട് സഹകരിച്ച ഓരോരുത്തർക്കും ആൽവിൻ്റെ പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രസന്നപുരത്ത് വാണരുളിയിടും നസ്രസിലെ തിരുക്കുടുംബം, ജോസഫും മേരിയും ഉണ്ണിയേശുവും മാധ്യസ്ഥമരുളും പ്രസന്നപുരം. നസ്രസിലെ തിരുക്കുടുംബം, ജോസഫും മേരിയും ഉണ്ണിയേശുവും മാധ്യസ്ഥമരുളും പ്രസന്നപുരം. ഒരുമയിൽ പെരുമയിലെന്നും പുലരാ വിശ്വാസത്തിരിനാളവുമായി തിരുസഭ തന്നോടെ അരുമകളായി സ്നേഹത്തണലിൽ അണിചേരാൻ